Amen. Praise God. Let's turn our Bibles to Colossians chapter 3 and verse 14. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. But above all these things put on love, which binds everything together in perfect harmony. ഇന്ന് പകൽക്കാലം നമ്മൾ തുടർമാനം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, the series is called At the Cross, ക്രിസ്തുവിന്റെ ക്രൂശിങ്കിൽ. അവിടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, therefore if any man is in Christ, he is a new creation. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു എന്നുള്ള ചിന്താവിഷയമാണ് കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. Just as a review for the things that we have looked at, because it's been a few weeks since we've looked at this theme. The first thing that we looked at is the outcome of being in Christ. ക്രിസ്തുവിൽ ആകുന്നതിൻ്റെ പരിണത ഫലം, അനന്തര ഫലം അതെന്താണെന്ന് ഓർക്കുന്നു? പുതിയ സൃഷ്ടിയാകുന്നു. അതെ, the outcome of being in Christ is that we are a new creation. The second question we asked is, what is the purpose of being in Christ? ക്രിസ്തുവിൽ ആകുന്നതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്ത്? We looked at that also. ഓർക്കുന്നോ? The purpose of being in Christ is to be fruitful. ഫലപ്രദമായ ജീവിതമായിരിക്കേണ്ടതിനാണ് നമ്മൾ ക്രിസ്തുവിൽ ആകേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റേ ആഴ്ച നമ്മൾ ചോദ്യം, next week that the question that we studied is, how do we know that we are in Christ, abiding in Christ? നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നു, ക്രിസ്തുവിൽ ആയിരിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയുവാൻ സാധിക്കും? നമ്മൾ ആദ്യം ചിന്തിച്ചു 1 യോഹന്നാൻ 2:24 നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ട് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. 1 John chapter 2 verse 24 is what we first looked at. Therefore let that abide in you which you heard from the beginning. If what you heard from the beginning abides in you, you also will abide in the Son and in the Father. That's the first Bible verse that we looked at to understand what it is or how it is that we know that we're abiding in Him. The second verse that we looked at is 1 John chapter 3 verse 24. It says, whoever keeps or obeys His commandments abides in God and God in him. And by this we know that He abides in us by the Spirit whom He has given us. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. And from there we looked at what commandments are we supposed to obey. ഏത് കൽപ്പനകളാണ് നമ്മൾ അനുസരിക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കാനിടയായി. 1 യോഹന്നാൻ 3:23 നമ്മൾ പഠിച്ചു. അവിടെ പറയുന്നു, അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. And this is His commandment, that we should believe on Him, believe on the name of His Son Jesus Christ, and love one another as He gave us the commandment. And it goes on to the second part of it is where we are. Why should we love one another? നാം എന്തുകൊണ്ട് അന്യോന്യം സ്നേഹിക്കണം? And the first thing that we looked at is in 1 John chapter 3 verses 10, 11 and 12. There we read, by this it is evident who are the children of God and who are the children of the devil. Whoever does not practice righteousness is not of God, nor is the one who does not love his brother. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. അവൻ അവിടെ തെളിവ് കാണിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ദൈവത്തിന്റെ മക്കൾ ആരാണെന്ന് പറയണമെങ്കിൽ ഒരു ചർച്ചിന്റെ മെമ്പർഷിപ്പോ നമ്മുടെ വസ്ത്രധാരണയോ ഇതുകൊണ്ടൊന്നും ശരിക്കും ഒരു ദൈവത്തിന്റെ പൈതലാണെന്നോ ഇല്ലയോ നമുക്ക് അറിയുവാൻ സാധിക്കത്തില്ല. തെളിവെന്താണ്? നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്ന് ഉള്ളവനല്ല. അത്രയും ക്ലിയർ കട്ടായിട്ടാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല. Those who do not practice righteousness, who do not love his brother, is not from God. അതിനൊരു ഗ്രേ ഏരിയ ഇല്ല.
ഞാൻ കുറച്ച് സ്നേഹിക്കുന്നു, കുറച്ച് പേരെ സ്നേഹിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കുന്നു, ചിലപ്പോഴൊക്കെ ഞാൻ നീതി പ്രവർത്തിക്കും, ചിലപ്പോഴൊക്കെ എനിക്ക് അതിനുള്ളൊരു മൂഡില്ല എന്നൊന്നും പറയാൻ സാധിക്കത്തില്ല. ദൈവത്തിൽ നിന്ന് യഥാർത്ഥമായുള്ള വ്യക്തിയാണോ നമ്മൾ നീതി പ്രവർത്തിക്കും. ഈ ദൈവത്തിൽ നിന്ന് യഥാർത്ഥമായുള്ള വ്യക്തിയാണോ നമ്മൾ അന്യോന്യം സ്നേഹിക്കും. Love is a central creed of the Christian ethics. ഒരു ക്രിസ്തീയ ധാർമ്മികത്വം എന്ന് പറയുമ്പോൾ അതിൻ്റെ മുഖ്യ സ്ഥാനം ഇരിക്കുന്നത് സ്നേഹത്തിലാണ്. Right? Love is a central creed of the Christian ethic. Now, the verse that we read this morning, why should we love one another? And what does it mean to love one another? നമ്മൾ വായിച്ച വാക്യം വായിക്കാം. കൊലോസ്യർ 3:14. Yes. And above all these things, put on love. എല്ലാറ്റിനും മീതെ. So when we think about that verse, there's something that Paul is referencing that's happening before that. He's listing a few things that we should put on, and then on top of that, Paul is saying we should have love. നമ്മൾ ഇതിന്റെ അധ്യായം മുഴുവൻ വായിച്ചാൽ 5-6 വാക്യത്തിൽ നമ്മൾ നോക്കിയാൽ അവിടെ മരിപ്പിക്കേണ്ട ചില വിഷയങ്ങൾ പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. Paul is showing us some things that should be put to death. 5-6 വാക്യത്തിൽ ഒരു ഉദാഹരണം പറയാൽ, ദുർനടപ്പ് അല്ലെങ്കിൽ ദുർമോഹം, ഇങ്ങനെ പല കാര്യങ്ങൾ. Some things that Paul is saying we should put to death. ഇത് മരിപ്പിച്ചാലേ ഒക്കത്തുള്ളൂ. Okay? Now in verses 8 and 9, 8-9 വാക്യത്തിൽ വിട്ടുകളയേണ്ട ചില വിഷയങ്ങൾ അവിടെ പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. കോപം, ക്രോധം, ഈർഷ്യ, ദുർഭാഷണം. Now നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുന്നു എല്ലാറ്റിനും മീതെ സമ്പൂർണതയുള്ള സ്നേഹം ധരിപ്പിക്കുകയാണ്. പക്ഷെ ആ സ്നേഹം ധരിപ്പിക്കുന്നതിന് മുമ്പ് മരിപ്പിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ആ സ്നേഹം ധരിക്കുന്നതിന് മുമ്പ് വിട്ട് കളയേണ്ട ചില വിഷയങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം ഈ കോപവും ക്രോധവും ഈർഷ്യയും പിണക്കവും വിദ്വേഷയും പകയും ഉള്ളപ്പോൾ ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുവാൻ അതിൽ യുക്തിപരമായി ഒരു യാഥാർത്ഥ്യവുമില്ല. കാരണം മരിപ്പിക്കേണ്ടതിനെ മരിപ്പിക്കാതിരുന്നാൽ, വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയാതിരുന്നാൽ, എത്ര സ്നേഹമുണ്ട് നമ്മൾ നടിച്ചാലും ദൈവം പറയും, മകനെ നിന്നിൽ യഥാർത്ഥമായ സ്നേഹമില്ല. So we must put to death, we must get rid of or put off things before we can say, I am wearing the bond of perfection, the bond of harmony, which is love. So that's the first step. So I will give you the homework. You can go and ask yourself the question when you get home tonight. Have I put to death what Paul is asking me to put to death? പൗലോസ് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയിൽ മരിപ്പിക്കേണ്ട ചില വിഷയങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്യാം, ഞാൻ ഇതിനെല്ലാം മരിപ്പിച്ചിട്ടുണ്ടോ? Have I buried these things that I am supposed to put to death? Second, have I put off the things that I am supposed to put off? വിട്ട് കളയേണ്ടത് ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ടോ? You must put away all these things: anger, wrath, malice, slander, and obscene talk from your mouth. നമ്മൾ ഒരു വ്യക്തിയെ പറ്റി ഇല്ലാത്ത ഒരു വാക്ക് സംസാരിച്ചാൽ നമ്മൾ അതിന് കണക്ക് കൊടുക്കണം. അത് വിട്ട് കളയേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ. അത് ആരുമായിരിക്കട്ടെ, എന്തുമായിരിക്കട്ടെ, നമ്മളോട് എന്ത് ചെയ്തെന്നുമായിരിക്കട്ടെ. പക്ഷെ ദൈവത്തിന്റെ ആൾ പറയുന്നു, ഈ സംസാരങ്ങളുണ്ടല്ലോ, സംസാരങ്ങൾ സൂക്ഷിച്ച് വേണം. പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ളൊരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ നമ്മുടെ വാക്ക് അധികം സൂക്ഷ്മതയോടായിരിക്കണം. നമ്മുടെ ഫോണിൽ കൂടെയും നമ്മുടെ വീട്ടിലിരുന്നും അന്യോന്യം വിളിച്ച് പറയുന്ന വിഷയമുണ്ടല്ലോ. നമ്മൾ ചിന്തിക്കണം, ഒരു ദിവസം നമ്മൾ ദൈവത്തിന്റെ സിംഹാസനം മുൻപാകെ നിൽക്കുമ്പോൾ നമ്മുടെ ഫോണും നമ്മുടെ ഭിത്തികൾ പോലും നമുക്കെതിരെ സാക്ഷി നിൽക്കും. And there's nothing hidden from God. So we must be careful as to how we use our words. Put away anger, wrath, malice, slander, and so forth. ഇതെല്ലാം വിട്ട് കളഞ്ഞതിന് ശേഷം ഇനി പൗലോസ് പറയുന്നത് കേൾക്കണമോ? 10-ാം വാക്യം. Put on the new self, which is being renewed in knowledge after the image of its creator. Okay, put on the new self. മരിപ്പിക്കേണ്ടതിനെ മരിപ്പിച്ചു, വിട്ടുകളയുന്നതിനെ വിട്ടുകളഞ്ഞു. അതിനെയും ചുമ്മാ ഇരിക്കുവല്ല, അതിനുശേഷം ഒരു പുതിയ മനുഷ്യൻ നമ്മൾ ധരിക്കാൻ പോവുക. We're about to wear a new self. ഇനി 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം.
മതി, thank you. Verse 12-13, put on then as God's chosen ones, holy and beloved, compassionate hearts, kindness, humility, meekness, patience, bearing with one another, and if one has a complaint against another, forgiving each other, as the Lord has forgiven you, so you also must forgive. Look at the way Paul addresses us. ദൈവത്തിൻ്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായവർ. തിരിച്ചു നോക്കിയേ, പൗലോസിന്റെ ആ സ്വന്തം സഹോദരങ്ങളെ പറ്റി, കൊലോസെ സഭയെ പറ്റി അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ, to encourage the church in Colossae, to build them up, he's giving them first, who are you in God? നിങ്ങൾ ദൈവത്തിൽ ആരാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ പുതിയ വസ്ത്രം അല്ലെങ്കിൽ ആ പുതിയ മനുഷ്യനെ പറ്റി അവിടെ പൗലോസ് പറയുന്നത്. അവിടെ എടുത്തു പറയുന്നു ദൈവത്തിന്റെ വൃദ്ധന്മാർ. He is there. We are the beloved of God. We're the chosen of God. We've been asked to be holy by the holy God himself. ആ ഒരു ചിന്താവിഷയം അവരുടെ മനസ്സിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം പൗലോസ് പറയുന്നു, put on then compassion. ആദ്യം നമ്മൾ ഇടേണ്ടത് മനസ്സലിവ്. Put on compassion, tender mercies. Something that tells you that you have a concern for somebody else. ഒരു സ്വാർത്ഥമായ ഒരു മനസ്സലിവല്ല, എനിക്ക് വേണ്ടി എന്ത് കിട്ടും, എനിക്ക് എന്ത് ലഭിക്കുന്ന അല്ല. മറ്റുള്ളൊരു വ്യക്തിക്ക് ഒരു അപകടം ഉണ്ടായാൽ, ഒരാവശ്യം ഉണ്ടായാൽ, ആ മനുഷ്യന്റെ കണ്ണുനീര് കാണുമ്പോൾ, വേദന കാണുമ്പോൾ, അറിയുമ്പോൾ ആ വ്യക്തിയോട് കൂടെ നടക്കുവാൻ, ആ വ്യക്തിയോട് കൂടെ ഇരുന്ന് സംസാരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഒരു ആശ്വാസവാക്ക് പറയുവാൻ നമുക്ക് മനസ്സലിവുണ്ടാകുമോ? സ്നേഹം ധരിക്കുന്നതിന് മുമ്പ് ആദ്യം മനസ്സലിവ് വരണം. We must put on tender mercies and compassion. നമ്മൾ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ വായിക്കുമ്പോഴൊക്കെ അവിടെ ക്രിസ്തു മനസ്സലിവ്, ജനത്തെ കണ്ടിട്ട് മനസ്സലിവ് തോന്നി, സ്ത്രീയെ കണ്ടിട്ട് മനസ്സലിവ് തോന്നി, ഇന്ന വ്യക്തിയെ കണ്ടിട്ട് മനസ്സലിവ് തോന്നി. നമ്മുടെ ദാതൻ നമ്മളെ പഠിപ്പിച്ച വിഷയമാണ് മനസ്സലിവ്. നമ്മുടെ നാഥൻ മാതൃക കാണിച്ചൊരു വിഷയമാണ് മനസ്സലിവ്. Our Savior, our Master has modeled what it means to be compassionate. Let me ask you a question. നിങ്ങളുടെ ഒരു ചിന്തയ്ക്ക് വേണ്ടി, മനസ്സലിവിനെ പറ്റി ചിന്തിക്കുമ്പോൾ ബൈബിളിലെ ഏതെങ്കിലും ഉപമകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടോ? Any parable that comes when I talk about the compassion? Good Samaritan, yes, absolutely. ചിന്തിച്ചു നോക്കിയേ, ആ വ്യക്തിയുടെ മനസ്സലിവിന്റെ ഒരു 10-1 നമുക്കുണ്ടായിരുന്നെങ്കിൽ. The Good Samaritan stopped on his way. He was okay to be inconvenienced. ഒരു കുറച്ച് അസൗകര്യങ്ങളൊക്കെ അനുഭവിക്കാൻ ആ മനുഷ്യന് മനസ്സുണ്ടായിരുന്നു. That's why on his way he stopped and said, I see someone who is in desperate need. I could go about on my way. എനിക്ക് എൻ്റെ വഴിയിൽ അങ്ങ് പോകാം. കാരണം അദ്ദേഹത്തിന്റെ മുന്നിൽ പോയ 2 വ്യക്തികൾ എന്ത് ചെയ്തു? പോയി. വെള്ളവസ്ത്രധാരികളെല്ലാം പോയി, ശുഭ്രവസ്ത്രധാരിയും പോയി. അവസാനം ഇത് ഒരു നല്ല ശമര്യക്കാരൻ അവിടെ കടന്നു വന്നിരിക്കുന്നു. When the Good Samaritan comes, he says, I see someone in need. So he was okay to be inconvenienced. He was okay to pick up this person who is not doing well, who is bleeding. He was okay to help somebody who has nothing because everything has been stolen off of him. അവനിൽ നിന്നെല്ലാം മറ്റൊരു കവർച്ച ചെയ്തുകൊണ്ട് ഒന്നുമില്ലായ്മയിൽ തന്നെ ഒരു വ്യക്തിയെ സഹായിക്കുവാനുള്ളൊരു മനസ്സ്. അതിൻ്റെ അർത്ഥം ഒന്നുമില്ലായ്മ കൊണ്ട് ഈ വ്യക്തിയിൽ ഒന്നും പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല. എനിക്ക് ഇന്ന വസ്തു അല്ലെങ്കിൽ പുള്ളിക്കാരൻ എനിക്ക് അല്ലെങ്കിൽ അദ്ദേഹം എനിക്ക് ഒരു നല്ല പാരിതോഷം തരും അല്ലെങ്കിൽ എന്നെ റിവാർഡ് ചെയ്യുമെന്നും ചിന്തിക്കാൻ ഒക്കത്തില്ല. കാണുമ്പോൾ തന്നെ അറിയാം ഈ വ്യക്തിക്കൊന്നുമില്ല. അതുമാത്രമല്ല, he took this man on his own to an inn and a hospital or a clinic to be taken care of. അവിടെ നിർത്തിയില്ല. അവിടെ പറഞ്ഞ വാക്ക് നമ്മൾ ശമര്യക്കാരൻ്റെ വാക്ക് കേട്ടല്ലോ. What did the Samaritan say? If there's any money that's still needed to take care of him, I promise I will pay you. That is compassion. That is what tender mercies is. So Paul is saying we must put on love. But before that, let's put on tender mercies or compassion. Second, രണ്ടാമത് നമ്മൾ വായിക്കുന്ന വിഷയം ദയ, put on kindness. You know, kindness is sometimes forgotten. When we moved here to the US,
when you go to a store, when you open the door for some stranger, they'll stop and say thank you. പക്ഷെ ഇപ്പോഴെ കടയിൽ പോയണ്ടല്ലോ, കഥ തുറന്നു കൊടുത്താൽ ആരും അറിയത്ത് പോലും ഇല്ല. അവരങ്ങ് കയറിപ്പോവും. ഒരുപക്ഷെ നമ്മൾ കയറായിരിക്കും തുറന്നത്, നമ്മൾ കയറുമ്പോൾ അവരങ്ങ് കയറിപ്പോവും. അങ്ങോട്ടൊരു അക്നോളജ്മെന്റ്, അങ്ങോട്ടൊരു താങ്ക് യു പറയാനോ ഇന്ന വ്യക്തി തുറന്നൊന്ന് ചിന്തിക്കാനോ ഒന്നും ആൾക്കാർക്ക് സമയമില്ല, താല്പര്യമില്ല. So kindness is being lost in the world. Paul is saying, as the beloved of God, as a chosen of God, as a holy of God, when people look at you, when people experience you, there must be kindness in your life. The gospel message not only softens your heart, but it sweetens your heart. സുവിശേഷമുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തെ മൃദുവാക്കുക മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ മാധുര്യം നൽകുന്ന ആണ് സുവിശേഷം എന്ന് പറയുന്നത്. അവിടെയാണ് കൈൻഡ്നെസ് ഇറങ്ങി വരുന്നത്. ദാറ്റ്സ് വെയർ കൈൻഡ്നെസ് കംസ് ഇൻ. മൂന്നാമതായി നമ്മൾ വായിച്ച വിഷയം താഴ്മ, ഹ്യൂമിലിറ്റി. നാലാമതായി വായിക്കുന്ന ഒരു വാക്കൂടെ ഉണ്ട് അവിടെ, വായിച്ചോ, സൗമ്യത. എന്താണ് താഴ്മയും സൗമ്യതയും തമ്മിലുള്ള വ്യത്യാസം? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമിലിറ്റി ആൻഡ് മീക്ക്നെസ്? എനിക്ക് കണ്ണാടി വെച്ച് പരിചയമില്ല, പക്ഷെ കണ്ണാടി ഇല്ലാതെ ഒക്കത്തുമില്ല ഇപ്പോൾ. I'm struggling a little more on a day-to-day basis now. What's the difference between humility and meekness? Any ideas in the audience? ഉറക്കെ പറയണേ. Okay. Meekness is the quality that we see in Jesus. Okay, so Libby's definition or Libby's description is humility is something that we demonstrate to one another, and meekness is something that comes from the inside out. And Pastor said meekness is strength under control, power under control. Okay? Without being proud. Okay? Anybody else? Personal character. Which one? Humility is personal character, okay? Meekness is towards somebody else, okay? എന്താ പക്ഷേ? Esteem others better. Okay, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമുക്കുണ്ടോ? താഴ്മയും സൗമ്യതയും നമുക്കുണ്ടോ? We can define all this. The question is it true in our life? Is there humility and is there meekness? ചിലരൊക്കെ നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ we read the Gospels, there are two people who goes to church and both of them pray. ആദ്യത്തെ ആൾ പ്രാർത്ഥിക്കുന്ന കേട്ടാൽ പുള്ളിക്കാരൻ ദൈവത്തെക്കാട്ടും വലിയതാണ്. There are some people who think that they are better than bigger than God. The first person who prayed said, God, you know me. അങ്ങക്ക് എന്നെ അറിയാം, ഞാൻ അവനെ പോലെ അല്ല. I'm not like the person sitting behind me. എന്തോ പ്രാർത്ഥനയാ. പക്ഷേ humility is, when I look at the verse humility, there's a verse in the Old Testament. If my people who are called by my name shall humble themselves. എൻ്റെ ജനം, എൻ്റെ നാമത്താൽ വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകേണ്ട മനോഹരമായ ഒരു സ്വഭാവമാണ് താഴ്മ. ദൈവത്തോട് നമ്മൾ കളിക്കാനിരിക്കരുത്. ദൈവത്തെക്കാൾ നമ്മൾ ഉയരാനിരിക്കരുത്. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ ദൈവമില്ല എങ്കിൽ ഒന്നുമില്ല എന്ന് സമ്മതിക്കുന്നതാണ് താഴ്മ. If God is not there, I am nothing. If my dependence is God is not there, I am nothing. When you say that, that means you have humility. Now meekness is how we deal with each other. Meekness is, how do I look at someone else? Do I esteem somebody better than me? എന്നെ കാട്ടിലും ശ്രേഷ്ഠനെന്ന് മറ്റുള്ളവരെ കാണുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? Look higher. Look at with a higher perspective. Look at with a greater perspective. And let me think about it this, or let me ask you to think about it this way. If I have the sincere perspective to look at everyone in this sanctuary better than me,
I don't have to look down on anybody. മനസ്സിലായോ? എന്നെക്കാട്ടിലും എല്ലാവരും നല്ലവരെന്ന് ചിന്തിക്കുവാൻ എനിക്കൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ ഞാൻ പുച്ഛിച്ച് നോക്കത്തില്ല, അല്ലെങ്കിൽ താഴ്ത്തി കാണത്തില്ല. And if we can each esteem each other better than ourselves. Yes, that person maybe think differently. Maybe our ideologies are not aligned. Maybe we think or we speak differently. Our styles are different. But I know he is an image of God. I can esteem him because he's in the same family of God as I am. When we start to esteem one another that way, there will be no one who feels like they're disrespected or devalued in the presence of God, in the family of God. So humility and meekness are something that we should really be mindful of. One theologian wrote it this way: humility is the veil of a Christian that makes the bride look most lovely. താഴ്മ ഒരു ക്രിസ്ത്യാനിയുടെ മൂടപടമാണ്. അതാണ് മണവാട്ടിയെ ഏറ്റവും സൗന്ദര്യം കൊടുക്കുന്നത്. Humility is the veil of a Christian that makes the bride look most lovely. Humility means I recognize I completely depend on God. Humility is that deep, my lowliness before God. Meekness is, how do I control my anger? How do I control my wrath? How do I control my need for revenge? ഒരു പ്രതികാര മനോഭാവം ചിന്ത വരുമ്പോൾ അതിനെ എങ്ങനെ നിയന്ത്രിക്കുന്നു? അത് സൗമ്യതയുടെ കണക്കിലനുസരിച്ചിരിക്കും. ഒരു പാസ്റ്റർ പറഞ്ഞു, നിനക്ക് അടിക്കാൻ ശേഷിയും ശക്തിയും ഉള്ളപ്പോൾ കൈ മാറ്റി വെക്കുവാൻ നിനക്കൊരു മനസ്സുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്ക് സൗമ്യതയുണ്ടെന്ന്. നമ്മുടെ വാക്കുകൊണ്ടും ആൾക്കാരെ ഉപദ്രവിക്കാം. Physically we can hurt somebody, with words we can hurt somebody, but if we know how to control that, that means the spirit of the Holy Spirit, the fruit of the Holy Spirit is active in you, which is the fruit of meekness. And we must be very mindful of that. And the last thing, two more things that Paul talks about, three more things rather. അടുത്തത് അവിടെ വായിക്കുന്നത് ദീർഘക്ഷമ, long suffering. ദീർഘക്ഷമയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ, എന്തെങ്കിലും പ്രതികൂലം പ്രയാസം വരുമ്പോൾ ദീർഘശ്വാസം എടുക്കാൻ പഠിക്കാം. ചിലപ്പം കണ്ടില്ലേ, ജനറൽ ബോഡിയിലൊക്കെ ആൾക്കാർ ശ്വാസം വിടാതെ പറഞ്ഞ് പോയി ശബ്ദം അങ്ങ് എന്തോ വേറൊരു പിച്ചിലൊക്കെ ആയിപ്പോവും. ആ ടോണ് മാറും, ആ പിച്ച് മാറും, ശബ്ദത്തിൻ്റെ വോളിയം മാറും, എല്ലാം മാറും. പക്ഷെ ഒരു ദീർഘശ്വാസം എടുക്കാൻ പഠിച്ചാൽ ചില ദീർഘക്ഷമയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. Long suffering is something that we must practice in our life. ചിന്തിച്ചു നോക്കിക്കേ, ഇന്നലെ കർത്താവും ഇന്ന് പകൽക്കാലവും കർത്താവ് ദീർഘക്ഷമ കാണിച്ചില്ലായിരുന്നെങ്കിൽ, if God hadn't demonstrated, if God hadn't given us his patience, his long suffering this morning, ഇന്ന് പകൽക്കാലം ആർക്കൊക്കെ പറയാൻ സാധിക്കും ഞാൻ ഇവിടെ കാണുമെന്ന്? It's not easy to practice long suffering, but Paul is saying that's something we should put on. That's something that we should wear. If you're holy and chosen and beloved of God, നിങ്ങൾ ദൈവത്തിന്റെ വൃതന്മാരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധരായി ജീവിപ്പാൻ വിളിക്കപ്പെട്ടവരുമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദീർഘക്ഷമ ഉണ്ടായിരിക്കണം. അത് അനുഭവിച്ചിട്ടാണ് നമ്മളൊരു ദൈവത്തിന്റെ വൃതന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവരായി മാറിയത്. അതുകൊണ്ട് ആ ദീർഘക്ഷമ എന്ന സ്വഭാവ ഗുണം നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. We should never see long suffering and bearing with one another as something that is devalued, something that is to be disrespected. No, long suffering is a quality of a person that belongs to God, chosen by God. When we were on the trip to Australia and New Zealand, I think Suni mentioned this during the Friday prayer one day, but the tour guide that we had with us, very kind, very gentle person. And he said, one thing that is observed is many people think that because he is kind, he's weak. So he said, don't mistake my kindness for my weakness. You know, kindness and long suffering is not a sign of a weak person, it's a sign of a strong person. ഒരു നല്ല കരുത്തുള്ള, ഉറപ്പുള്ള, ബലമുള്ള ഒരു വ്യക്തിയുടെ അടയാളമാണ് ദീർഘക്ഷമ. പലപ്പോഴും നമ്മുടെ മലയാളി കൾച്ചർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പെട്ടെന്ന് കോപിക്കുന്നവരും അകത്ത് നല്ല ശുദ്ധ മനസ്സാണെന്ന്.
പെട്ടെന്ന് കോപിക്കുന്നവരും പെട്ടെന്ന് ക്ഷമിക്കുന്നവരും. എനിക്കതിൽ ഒത്തിരി വിയോജിപ്പുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പെട്ടെന്ന് കോപമാണ് വരുന്നെങ്കിൽ എങ്ങനെ മനഃശുദ്ധമാകുന്നത്? So I completely disagree with this opinion of that those who are quick-tempered and quick to forgive are pure in their heart. No, if you're pure in your heart, you know how to control your emotions. If you're pure in your heart, you know how to control when the anger and the burst and the outrage comes. Learn to control that. But you cannot do that on your own. The Holy Spirit has to be active in our life for that. അടുത്തത് അന്യോന്യം പൊറുക്കണം, bearing with one another. അടുത്തത് ഒരുവനോട് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുക. വഴക്കുണ്ടാവുമോ? ആ വാക്യം പറയുന്നു ഉണ്ടാവുമെന്ന്. Will there be complaints? Will there be quarrels? Will there be disagreements? That verse says, yes, there will be complaints, there will be disagreements. But if that happens, learn to forgive. If that happens, learn to forgive. You know, this is where most churches, relationships get broken. What happens is there will be an argument, there will be a complaint, and 2 or 3 people might raise their voice, but what happens is they think, oh, it's done with and it's forgotten. So they sweep it under the rug, the hurt that was inflicted. ഉണ്ടായ വേദനയൊക്കെ അവർ ഇതെല്ലാം ആൾക്കാരങ്ങ് വിട്ടുപോകും. അദ്ദേഹത്തിന് എന്നെ അറിയാം, എൻ്റെ സ്വഭാവം ഇതാണെന്ന് വർഷങ്ങളായിട്ട് അറിയാം, അതുകൊണ്ട് പുള്ളിക്കാരൻ അതങ്ങ് വിട്ടേക്കും, ക്ഷമിച്ചേക്കൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പോകും. പക്ഷെ അതല്ല ദൈവത്തിന് വരാൻ പറയുന്നത് കേട്ടോ. നമ്മൾ തെറ്റ് ചെയ്തെങ്കിൽ, നമ്മുടെ വാക്കിനാൽ ഒരു വ്യക്തി വേദന സഹിക്കുന്നെങ്കിൽ, കണ്ണുനീര് പൊഴിക്കുന്നെങ്കിൽ, ആ വ്യക്തിയോട് പോയി ക്ഷമ ചോദിക്കേണ്ടതിനും ആ വ്യക്തി ക്ഷമ ചോദിക്കുമ്പോൾ ക്ഷമ അംഗീകരിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവത്തിൻ്റെ വൃതന്മാരുടെ ഒരു സ്വഭാവ ഗുണമാണ് ഈ ക്ഷമ ചോദിക്കുക, ക്ഷമ വാങ്ങുക എന്നുള്ളത്. But the less we forgive, the more the politics comes. The less we forgive, the more the groupisms comes. And people of God this morning, put on the tender mercies, the kindness and the humility and the meekness, and to learn to forgive one another through all this. ഇതെല്ലാം പറഞ്ഞിട്ട് പൗലോസ് പറയുന്നു, എല്ലാത്തിനും മീതെ. മനസ്സിലായോ? നമ്മളെല്ലാം ഇത്രയെല്ലാം ധരിച്ചിട്ടാണ്, അതിൻ്റെ മീതിയാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ സമ്പൂർണ്ണതയുള്ള സ്നേഹം എന്ന വസ്ത്രം ധരിക്കുവീൻ. Above all this, put on this bond of perfection called love. നമ്മൾ ഇപ്പം മഴ പെയ്യുമ്പോൾ വെളി പോകുമ്പോൾ കുടയുണ്ടെന്നും പറഞ്ഞ് ഒരു വസ്ത്രം ഇടാതെ നമ്മൾ ഇറങ്ങിപ്പോവോ? ഇല്ലല്ലോ. ആ കുടയാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്തോ ഇടും? അതിനടി നമ്മൾ ഷർട്ടും പാൻറ്റും ഷൂസും എല്ലാം ഇടും. അന്ന് പറഞ്ഞതുപോലെ ഈ ദയയും പരോപകാരവും സൗമ്യതയും താഴ്മയും അന്യോന്യം പൊറുക്കാനും ക്ഷമിക്കാനുള്ള അതെല്ലാം നമ്മൾ ധരിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ സ്നേഹം എന്ന കൊടയും പിടിച്ചൊന്ന് ഇറങ്ങിക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കാണുവാൻ സാധിക്കും. I'm almost out of time and we'll pick up from this next time. But I want to read a couple of things that I came across as I was studying. You know, when we go to conferences, we wear name tags. And we tell people on that name tag where we came from. ഈ ലോകം നമ്മളെ കാണുമ്പോണ്ടല്ലോ, നെയിം ടാഗ് ഇല്ലെങ്കിലും മനസ്സലിവും ദയയും സൗമ്യതയും താഴ്മയും ക്ഷമിക്കാനുള്ളൊരു കഴിവും പൊറുക്കാനുള്ളൊരു കഴിവൊക്കെ ഉണ്ടെങ്കിൽ അത് മതി ആ ലോകം അറിയുവാൻ ഇതൊരു ദൈവ പൈതലാണെന്ന്. നമ്മൾ പേരെഴുതി വെക്കണ്ട, നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. If we wear these things, people will know that we are a child of God. D.L. Moody said this, and I want to read this and we'll close this morning. D.L. Moody said, show me a church where there is love, and I will show you a church that is power in the community. And he gives an example. Several decades ago in Chicago, a little boy attended a Sunday school. But his parents moved to another city, another part of the city. But this young man would wake up early Sunday morning to walk to the same church that he was part of to attend the same Sunday school. So one day his friend asked him, why do you keep coming here when next to where your parents are your new houses, there are many other churches? Why do you keep coming here and you have to walk early in the morning to come here? And this little boy said, yes, those churches may be good for many people,
but this church is good for me. And he says, why is that? Because they know how to love people. And they love me. ആ ചെറിയ ബാൽ ഇങ്ങനെ പറയുന്നു, സ്നേഹം. And so this is what D.L. Moody says, if only we could make the world believe that we loved them, there would be fewer empty churches and a smaller portion of our population who has never stepped foot into a church door. Let love replace duty in our church relations, and the world will soon be evangelized. സ്നേഹമുള്ളൊരു സഭയെ എനിക്ക് കാണിച്ചു തരൂ, ഞാൻ നിനക്ക് ആ സമുദായത്തിൽ ഒരു ശക്തിയായ സഭയെ കാണിച്ചു തരാം. എന്നിട്ട് ഈ കഥ പറഞ്ഞിട്ട് D.L. Moody ഇങ്ങനെ പറയുന്നു, നാം അവരെ സ്നേഹിക്കുന്ന ലോകത്തെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ ശൂന്യമായ സഭകൾ കുറവായിരിക്കും. ഒരിക്കലും സഭയുടെ വാതിൽ കടക്കാത്ത ജനസംഖ്യയുടെ ഒരു ചെറിയ അനുപാതം മാത്രമേ ഉണ്ടാകൂ. നമ്മുടെ സഭാബന്ധങ്ങളിൽ കടമയ്ക്ക് പകരം സ്നേഹം നിറയ്ക്കുക, എങ്കിൽ ലോകം മുഴുവൻ സുവിശേഷീകരിക്കപ്പെടും. If we replace duty in the church with love, the world will soon be evangelized. ഒരു പഴയ പാട്ടുണ്ട്, നമ്മളെല്ലാം പാടിയ പാട്ടായിരിക്കും ഒരു പക്ഷേ. അതെങ്ങനെ പാടുന്നത്? സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. ഞാൻ ചോദിക്കട്ടെ, നമ്മളോട് ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കുമ്പോൾ സ്നേഹത്തോടു കൂടിയാണോ ആരാധിക്കുന്നത്? നമ്മുടെ കൂട്ട് സഹോദരനോട് നമ്മൾ ഹല്ലേലൂയ പറയുമ്പോൾ, പ്രൈസോട് പറയുമ്പോൾ സ്നേഹത്തോടു കൂടിയാണോ അത് ചെയ്യുന്നത്? ദൈവസ്നേഹം നിറഞ്ഞാണോ നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമെല്ലാം? സ്നേഹത്തിൽ ഊടെയെല്ലാം കാണുവാൻ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കണ്ണ് എന്താ നിറഞ്ഞിരിക്കണം? സ്നേഹം നിറഞ്ഞിരിക്കണം. എൻ്റെ കാഴ്ചപ്പാടുകൾ മാറ്റണം. എനിക്ക് സ്നേഹത്തോടൊരു വ്യക്തിയെ കാണണമെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ ആ കറയെല്ലാം ഒന്ന് മാറണം. ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, ഐ വാണ്ട് ടു ഡു ഓൾ തിങ്സ് ഇൻ ദ ലവ് ഓഫ് ഗാഡ്. ആ ഒരു കാഴ്ചപ്പാടും ആ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ആ ദൈവ സ്നേഹത്തിന്റെ മാധുര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് പാട്ടുപാടം പറയുന്നു, കർത്താവേ എനിക്ക് സ്വന്തമായി ഒക്കത്തില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? എന്നിൽ തിരുസ്വഭാവം ഒന്ന് പകരണമേ, ദിവ്യ തേജസ്സാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ കർത്താവേ. ഐ വാണ്ട് ടു ലവ്. I want to do everything in love. I want to love like God has loved me. I want to demonstrate my love in the mirror image of the way that God has loved me. But Holy Spirit, I am unable to do it on my own. So please, will you fill me with your nature? കർത്താവേ, അങ്ങയുടെ സ്വഭാവം എന്നിലൊന്ന് പകരണമേ. ആ ദിവ്യ തേജസ് കൊണ്ട് അനുഭവിക്കുമ്പോൾ, അതിന്റെ മാധുര്യം അനുഭവിക്കുമ്പോൾ, when I taste the glory of God, when that glory comes in, Lord, I will also be able to love others just as God you have loved me. എന്നിട്ട് ആ പാട്ടിന്റെ ആരംഭത്തിൽ എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കായി. ലോർഡ്, when I love, let it be for your glory. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയല്ല. ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ അത് അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായിരിക്കട്ടെ. If I help somebody, let it be your own glory, Lord. When I encourage somebody, let it be for your glory, O God. നമുക്ക് ആ ഒരു ജീവിതം, ആ സ്നേഹം ധരിച്ച് എല്ലാറ്റിനും മീതെ, above all these things, put on the bond of perfection which is love. If we're able to do that, can you imagine the impact we as a church can make in the city of Orlando? ഈ പട്ടണത്തിൽ നമുക്ക് എല്ലാറ്റിനും മീതെ, even കടമയ്ക്കും, even more than obligation, if we are filled with love, how beautifully we can impact this city that we live in. But above all these things, put on love, which is the bond of perfection. എല്ലാറ്റിനും മീതെ സ്നേഹം ധരിക്കും. Shall we spend a few moments in prayer this morning? നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. Let's spend a few moments in prayer as we prepare our hearts and minds to praise God and to worship God. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. If we're able to correct our vision, our perspective, to see others in love, see others in the way God's love has been given to us.